പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മിഷനെ അറിയുവാൻ, മിഷനെ സ്നേഹിക്കുവാൻ, മിഷണറി ആകുവാൻ സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത മുന്നണിയായ സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ സുവർണ ജൂബിലി സമ്മാനം കടുകുമണി അപ്പസ്തോലിക് അയക്കപ്പെട്ടവർ MSDയുടെ മാധ്യമ വിഭാഗമായ ഇമ്പാക്റ്റും ഷാലോം ടിവിയും ചേർന്നൊരുക്കുന്ന ഈ വിശ്വാസ പരിശീലന കളരിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി തന്നെ കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അവയുടെ വിജയികളും ആരെന്ന് നമുക്ക് നോക്കാം. നിരവധി ഉത്തരങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. പക്ഷെ നിങ്ങൾക്കറിയാം, ഒരാളെ മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ നിരാശരാകണ്ട, തുടരെ ഉത്തരങ്ങൾ അയച്ചുകൊണ്ടിരിക്കുക. എപ്പോഴാണ് ഭാഗ്യം നിങ്ങളെ തേടിയെത്തുക എന്ന് പറയുക വയ്യ. Anyways, let's go to the questions and answers and let's check the winner. കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യങ്ങൾ: വിശുദ്ധ കുർബാനയെക്കുറിച്ച് ബെനഡിക്ട് 16 മാർപ്പാപ്പ ഇറക്കിയ ശ്ലൈഹിക പ്രബോധനത്തിന്റെ പേര് എന്താണ്? ഉത്തരം: സ്നേഹത്തിന്റെ കൂദാശ അഥവാ സാക്രമെന്റും കാരിറ്റാറ്റസ്. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: സുറിയാനി ഭാഷയിൽ നിന്നുള്ള വിശുദ്ധ കുർബാന എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉത്തരം: അർപ്പണം അഥവാ അർപ്പിത വസ്തു. കഴിഞ്ഞ എപ്പിസോഡിലെ വിജയികൾ ആരെന്ന് നോക്കാം. ഹലോ, ഹായ്, എന്തുണ്ട് വിശേഷമൊക്കെ? സുഖം. കഴിഞ്ഞ ആഴ്ച എങ്ങനെ ഉണ്ടായിരുന്നു? എന്തൊക്കെയായിരുന്നു പ്രോഗ്രാംസ്? ഞാൻ ആലപ്പുഴയ്ക്ക് ബോട്ടിങ്ങിന് പോയി. ഞാൻ കുമരകത്തിന് പോയി. അപ്പൊ ആരും കഴിഞ്ഞ ആഴ്ച പള്ളി പോയില്ലേ? പോയായിരുന്നു. പള്ളി പോയി. അപ്പം പള്ളി ചെന്ന് വിശുദ്ധ കുർബാനയിൽ ഭക്തിയോടെ പങ്കെടുത്തോ? പങ്കെടുത്തു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചതൊക്കെ ഉൾക്കൊണ്ടിട്ടാണോ നിങ്ങൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തത്? തീർച്ചയായിട്ടും അതെ. അതെ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച് തന്നെയാണ്. വിശുദ്ധ കുർബാനയിലെ ആമുഖ ശുശ്രൂഷയെക്കുറിച്ചും വചന ശുശ്രൂഷയെക്കുറിച്ചാണ്. വചന ശുശ്രൂഷയെക്കുറിച്ച് പറയുമ്പം ബൈബിളിൽ പുതിയ നിയമത്തിൽ ഏതെങ്കിലും ഭാഗം ആരുടെയെങ്കിലും മനസ്സിൽ വരുന്നുണ്ടോ? എൻ്റെ മനസ്സിൽ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ പറ്റി ഉണ്ട്. ഓക്കെ, പറയേ. ഈശോയുടെ മരണശേഷം ക്ലെയോപ്പാസും അവൻ്റെ സ്നേഹിതനും കൂടെ ജെറുസലേമിൽ നിന്ന് എമ്മാവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. അവരുടെ കൂടെ യേശു പങ്കുചേർന്നു. പക്ഷേ എന്നാൽ യേശു ആണെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല. അതിന് മാത്രം കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. യാത്രാമതി യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന്. അന്നേരം ഇതൊന്നും അറിയാത്ത വിജാതീയനാണോ നീ എന്ന് അവർ മറുപടി പറഞ്ഞു. യേശു ചോദിച്ചു, ഞാനൊന്നും അറിഞ്ഞില്ല. അപ്പോൾ ശിഷ്യന്മാർ തിരിച്ചു ചോദിച്ചു, ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് നസ്രായൻ യേശുവിനെ പറ്റിയാണ്. അവനെ അവരുടെ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ക്രൂശിച്ചു കൊന്നു. ഈശോ യാത്ര തുടരുകയാണെന്ന ഭാവത്തിൽ അവരുടെ കൂടെ യാത്ര തുടർന്നു. എന്നാൽ ശിഷ്യർ പറഞ്ഞു, രാത്രിയാകാറായിരിക്കുന്നു, പകൽ അസ്തമിക്കുന്നു, ഞങ്ങളുടെ കൂടെ താമസിക്കുക. ഈശോ അവരോടുകൂടി താമസിക്കുവാൻ തീരുമാനിക്കുകയും രാത്രി അവരോട് ഭക്ഷണത്തിനിരിക്കുകയും ചെയ്തു. അന്ന് രാത്രി ഈശോ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുകയും അവരത് ഈശോ ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഈ ഭാഗമാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അപ്പൊ അപ്പം എടുത്ത് ആശീർവദിച്ച് ഈശോ കൊടുത്തപ്പം അവരുടെ ഹൃദയം ജ്വലിക്കുകയും അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ഓരോ വിശുദ്ധ കുർബാനയിൽ നാം പങ്കെടുക്കുമ്പോഴും നമ്മുടെ ഹൃദയം ഇതുപോലെ ആയിരിക്കണം, ഇതുപോലെ ജ്വലിക്കുകയും നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടുകയും ചെയ്യണം. അപ്പൊ നമ്മൾ ഇന്ന് വിശുദ്ധ കുർബാനയെ കുറിച്ചാണ് പഠിക്കുന്നത്. വിശുദ്ധ കുർബാനയുടെ ആമുഖ ശുശ്രൂഷയെക്കുറിച്ചും വചന ശുശ്രൂഷയെക്കുറിച്ചുമാണ്. അപ്പൊ ഈ ആമുഖ ശുശ്രൂഷയും വചന ശുശ്രൂഷയെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താ? കുറെ പാട്ടുകൾ, കുർബാനയിലെ പാട്ടുകൾ. ഓക്കെ, വിശുദ്ധ കുർബാനയിലെ ഒരു സ്ട്രെച്ച് ഓഫ് പാട്ട് മൊത്തം വരുന്നത് ഈ ഒരു ഇൻ ബിറ്റ്വീൻ ആമുഖ ശുശ്രൂഷ വചന ശുശ്രൂഷയുടെ ഇടയ്ക്കാണ് വരുന്നത്, അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? സർവ്വാധിപനാം കർത്താവേ ആണോ? ഓക്കെ, ഒരു 4 വരി നമുക്ക് പാടി നോക്കിയാലോ? പാടാം. സർവ്വാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു, ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. കൊള്ളാം. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ പാടിയത് സർവ്വാധിപനാണ്. അപ്പോൾ ഇതുവരെയുള്ള പാട്ടുകളിൽ ഓരോ പാട്ടും ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ളതാണ്. ഒരു ഉദാഹരണം പറയാമോ? അന്ന് പെസഹ തിരുനാളിൽ ഈ പെസഹ തിരുനാളിനെ പറ്റിയാണ് സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. അതെ, അതുപോലെ ഓരോ പാട്ടുകളും ഓരോ കാര്യങ്ങളെയാണ് സിംബലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനും നമ്മളെ പരിചയപ്പെടുത്തുവാനായിട്ട് നമ്മൾ ആരെ വിളിക്കും? ജോസച്ചൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ജോസച്ചനെ വിളിക്കാം.
ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പ്രിയ കടുകുമണി കൂട്ടുകാരെ, ഒരിക്കൽ കൂടി ഈ വിശ്വാസ പരിശീലന കളരിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇരിക്കാം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ദൈവാരാധനയെപ്പറ്റി നമ്മൾ പഠിച്ചു. ദൈവാരാധന എന്തുകൊണ്ടാണ് പരമോന്നതമായ ആരാധന, വിശുദ്ധ കുർബാന എന്തുകൊണ്ടാണ് പരമോന്നതമായ ആരാധനയെന്ന് നമ്മൾ പഠിച്ചു. അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഉപയോഗിക്കുന്ന അടയാളങ്ങളെപ്പറ്റിയും പ്രതീകങ്ങളെപ്പറ്റിയും നമ്മൾ പഠിച്ചു. അതിനുശേഷം നിങ്ങൾ കുർബാനയിലൊക്കെ പങ്കെടുത്തു. എല്ലാവരും തന്നെ പങ്കെടുത്തു. അതിനുശേഷം കുർബാനയിൽ കണ്ട അടയാളങ്ങൾ, പ്രതീകങ്ങൾ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു? വെരി ഗുഡ്. അതിനുശേഷം കഴിഞ്ഞ ആഴ്ചകളിൽ കുർബാനയിൽ പങ്കെടുത്തതിന് ശേഷം ഈ ക്ലാസ്സുകളൊക്കെ കണ്ട് പഠിച്ചതിന് ശേഷം അടയാളങ്ങളെപ്പറ്റിയും പ്രതീകങ്ങളെപ്പറ്റിയും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം കുർബാനയിൽ പങ്കെടുത്തപ്പോൾ വ്യത്യാസം തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതാണ് നമ്മൾ കുർബാനയിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പങ്കെടുക്കുമ്പോൾ നമുക്കത് അനുഭവിക്കാൻ സാധിക്കും. അത് അനുഭവിക്കുമ്പോഴാണ് ആ കുർബാന എന്തിനു വേണ്ടി യേശുനാഥൻ സ്ഥാപിച്ചോ അതിൽ പൂർത്തിയാവുകയുള്ളൂ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിശുദ്ധ കുർബാന ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, പല ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് എന്ന്. ആമുഖ ശുശ്രൂഷയുണ്ട്, വചന ശുശ്രൂഷയുണ്ട്, ഒരുക്ക ശുശ്രൂഷയുണ്ട്, അനാഫുറയുണ്ട്, അനുരഞ്ജന ശുശ്രൂഷയുണ്ട്, സമാപന ശുശ്രൂഷയുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആമുഖ ശുശ്രൂഷയും വചന ശുശ്രൂഷയുമാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് വരുന്ന എല്ലാ ഭാഗങ്ങളും കാണുകയും പഠിക്കുകയും ചെയ്യാം. വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ കാണുന്നതാണ് കാർമ്മികൻ, വൈദികൻ ശുശ്രൂഷയോടൊപ്പം വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് മദ്ബഹായിൽ വന്ന് വണങ്ങി ബേമായിലേക്ക് വരുന്ന പ്രദക്ഷിണം. ആദ്യത്തെ പ്രദക്ഷിണത്തോടു കൂടിയാണ് പരിശുദ്ധ കുർബാന ആരംഭിക്കുന്നത്. ഈ പ്രദക്ഷിണത്തിൻ്റെ അർത്ഥം നമുക്കറിയാം, യേശുനാഥൻ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. മദ്ബഹ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, സ്വർഗത്തിൻ്റെ പ്രതീകമാണ്. ആ സ്വർഗത്തിൽ നിന്ന് മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്ന ബേമ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ്, ഭൂമിയിലെ ജെറുസലേമാണ്. അപ്പോൾ ആദ്യത്തെ തന്നെ പ്രദക്ഷിണം പുരോഹിതൻ ശുശ്രൂഷകളോടൊപ്പം ആഘോഷമായി മദ്ബഹായിൽ നിന്ന് ബേമയിലേക്ക് വരുന്ന പ്രദക്ഷിണത്തിൻ്റെ അർത്ഥമാണ് യേശുനാഥൻ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്നതിന്. അതിനുശേഷം നിങ്ങൾ ആദ്യമേ പറഞ്ഞതുപോലെ അന്നാ പെസഹ എന്ന് പറയുന്ന പാട്ടോടുകൂടിയാണ് നമ്മൾ പരിശുദ്ധ കുർബാന ആരംഭിക്കുന്നത്. സുറിയാനി ക്രമത്തിൽ ഇതെങ്ങനെയാണ് ആരംഭിച്ചത്? പരിശുദ്ധ കുർബാന ആരംഭിച്ചതെന്നറിയാമോ? പുക്താക്കോൻ എന്ന് പറയും. സുറിയാനി ഭാഷയിൽ പുക്താക്കോൻ എന്ന് പറയും. അതിൻ്റെ അർത്ഥം ഇത് നിങ്ങളുടെ കൽപ്പനയാണ്. പുരോഹിതൻ പറയുകയാണ് പുക്താക്കോൻ. അപ്പോൾ സമൂഹം തിരിച്ചു പറയുകയാണ് പുക്താനെ ദംസാന, ദൈവത്തിൻ്റെ കൽപ്പനയാണ്, ഈശോയുടെ കൽപ്പനയാണ് എന്ന്. അതിൻ്റെ രൂപമാണ് മലയാളത്തിൽ വന്നപ്പോഴേക്കും നമ്മൾ പാടുന്ന മനോഹരമായ പാട്ട്, അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലി അർപ്പിക്കാം. ഇവിടെ അനുരഞ്ജനം അത് പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തെ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് എന്നാ പറയുന്നത്, നമുക്ക് അനുരഞ്ജനം. നമുക്കറിയാം, ഓൾറെഡി നമ്മൾ ബൈബിളിൽ വായിക്കുന്നതാണ്, നിങ്ങൾ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നിൻ്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ ബലിവസ്തു അവിടെ വെച്ചതിന് ശേഷം പോയി അവനുമായി രമ്യതപ്പെടുവാൻ വേണ്ടി, ആ രമ്യതയെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പാട്ടിലൂടെ നമ്മൾ വീണ്ടും പാടി ആവർത്തിക്കുന്നത്. അതിനുശേഷം ഞാൻ ഓൾറെഡി പറഞ്ഞു, ആമുഖ ശുശ്രൂഷയിൽ നമ്മൾ ഓർക്കുന്നത് യേശുവിൻ്റെ മനുഷ്യാവതാരവും അതോടൊപ്പം തന്നെ യേശുവിൻ്റെ ജനനം ഓർക്കുന്നുണ്ട്. മനുഷ്യാവതാരം ജനനത്തെപ്പറ്റി ഓർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പരസ്യജീവിതത്തിന് മുമ്പുള്ള കാലഘട്ടങ്ങളാണ് നമ്മൾ ഓർക്കുന്നത്. രണ്ടാമത്തെ പാട്ട് അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന് സ്തുതിഗീതം. മാലാഖമാരെ യേശുനാഥൻ ജനിച്ചപ്പോൾ മാലാഖമാർ പാടിയ ആ ഗീതം യേശുവിൻ്റെ ജനനത്തെയാണ് ഒരിക്കൽ കൂടി അത് ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെ ആ രണ്ടാമത്തെ പാട്ട് പാടുന്നത് വഴിയായിട്ട് യേശുവിൻ്റെ ജനനത്തെ നമ്മൾ പരിശുദ്ധ കുർബാനയിൽ ഒരിക്കൽ കൂടി ഓർക്കുകയാണ്. ആ ജനനത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തിന് നമ്മൾ സ്തുതി അർപ്പിക്കുകയാണ്, അത്യുന്നതമാം എന്ന് പറയുന്ന ആ ഗാനം ആലപിച്ചുകൊണ്ട്. അതിനുശേഷം നമ്മൾ ചെല്ലുന്നതാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ളത്. നമുക്കറിയാം, യേശുനാഥൻ ഈ ലോകത്തിലേക്ക് വന്നപ്പോഴേക്ക് പിതാവിനെ, ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള അധികാരം അത് ദൈവം നമുക്ക് നൽകി. അത് ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടി പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ആവർത്തിക്കുകയാണ്. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ആ സ്വാതന്ത്ര്യം തന്ന ആ സന്തോഷം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ, ഈ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ, ഇതാ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാനുള്ള അധികാരം തന്ന ആ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്.
പഴയ നിയമത്തിൽ അല്ലെങ്കിൽ ആദിമസഭയിൽ എല്ലാ പ്രാർത്ഥനയോടും ചേർന്ന് ഒരു കാനോന ചേർക്കുമായിരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, അല്ലെങ്കിൽ പരിശുദ്ധൻ 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 തുടങ്ങിയ കാനോനകൾ ചേർക്കുമായിരുന്നു. ഈ സ്വർഗസ്ഥനായ പിതാവിനോട് ചേർന്നുകൂടി നമ്മൾ ആ കാനോനയും കൂടി ചേർത്തുള്ള സ്വർഗസ്ഥനായ പിതാവെയാണ് നമ്മൾ ആമുഖ ശുശ്രൂഷയിൽ ചെല്ലുന്ന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുന്ന പ്രാർത്ഥനയിൽ ചെല്ലുന്നത്. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം ശുശ്രൂഷ ചെല്ലുന്നുണ്ട്. എന്താണ്? നിങ്ങളൊക്കെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരാണ്, ശുശ്രൂഷ ചെയ്യുന്നവരാണ്. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം ശുശ്രൂഷ ചെയ്യുന്ന പ്രാർത്ഥന എന്താണ്? നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമൂഹത്തിൽ പറയുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം. പൗലോസ്ലീഹ എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് യേശു തന്നെയാണ് സമാധാനമെന്ന്. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. യേശുനാഥൻ നമ്മോടുകൂടിയുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാം എന്നാണ് ശുശ്രൂഷി സമൂഹത്തെ ഉദ്ബോധിപ്പിക്കുന്നത്. അതിനുശേഷമാണ് പുരോഹിതൻ തൻ്റെ ആദ്യത്തെ പ്രാർത്ഥന, കുർബാനയിലെ ആദ്യത്തെ പ്രാർത്ഥന ചെല്ലുന്നത്. ഈ പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്നത് വിശുദ്ധ കുർബാനയാകുന്ന ദാനം ഞങ്ങൾക്ക് നൽകിയ നല്ല തമ്പുരാനെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു എന്നാണ്. അതിനുശേഷം ഈ കുർബാന, ഈ ആരാധന യോഗ്യതയോടുകൂടി അർപ്പിക്കുവാൻ എന്നെയും ഈ സമൂഹത്തെയും ഒരുക്കണമേ, അനുവദിക്കണമേ എന്നാണ് ആദ്യത്തെ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ആദ്യമേ ചെല്ലുന്ന പ്രാർത്ഥന, കുർബാനയാകുന്ന ദിവ്യദാനം നമുക്ക് നൽകിയ ദൈവത്തിന് നമ്മൾ കൃതജ്ഞത അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത് യോഗ്യതയോടെ അർപ്പിക്കുവാൻ വേണ്ടി ഞങ്ങളെ ഓരോരുത്തരെയും അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥന അതായിരിക്കണം. പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഇത് യോഗ്യതയോടുകൂടി, ഇത് മഹാദാനമാണ്, മഹാകൃപയാണ്, അത് യോഗ്യതയോടെ അർപ്പിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. തുടർന്ന് വരുന്നതാണ് സങ്കീർത്തനം. പരിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ നമുക്കറിയാം, പഴയ നിയമത്തിലും ആദിമസഭയിലും കുർബാന എങ്ങനെയാണ് അർപ്പിച്ചതെന്ന് നമ്മൾ പഠിച്ചതാണ്. എല്ലാവരോടും കൂടി ഒന്നിച്ചു കൂടുന്നു, അതിനുശേഷം സങ്കീർത്തനം ആരംഭിക്കുന്നു. ബറാക്കെ എന്ന് പറയുന്ന കൃതജ്ഞതാ പ്രാർത്ഥന, യഹൂദരുടെ ഇടയിൽ നിലവിൽ നിന്നിരുന്ന ബറാക്കെ എന്ന് പറയുന്ന പ്രാർത്ഥന, കൃതജ്ഞതാ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് അവരപ്പം മുറിച്ച് പരിശുദ്ധ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നത്. സങ്കീർത്തനം അത് പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനത്തിന് ദൈവം നൽകിയ അനന്തമായ അനുഗ്രഹങ്ങൾക്ക് അവർ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നതാണ്, ദൈവത്തെ സ്തുതിക്കുന്നതാണ് സങ്കീർത്തനം. പരിശുദ്ധ കുർബാന മധ്യേയും നമ്മൾ ആ സങ്കീർത്തനം ചെല്ലുമ്പോൾ ദൈവം നൽകിയ മഹാദാനത്തിന്, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയാകുന്ന ആ കൃപയ്ക്ക് ദൈവത്തിന് നന്ദി പറയുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുകയാണ് ഈ സങ്കീർത്തനത്തിലൂടെ. വ്യത്യസ്തമായ സങ്കീർത്തനങ്ങൾ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് ചെല്ലുവാൻ വേണ്ടി തന്നിട്ടുണ്ട്. കാലത്തിനനുസരിച്ച്, സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായ സങ്കീർത്തനങ്ങൾ ചൊല്ലിക്കൊണ്ട് പഴയ നിയമത്തിലെ ജനം, ഇസ്രായേൽ ജനം, ദൈവത്തിൻ്റെ ജനം ദൈവത്തെ എങ്ങനെ സ്തുതിച്ചോ, ദൈവത്തെ എങ്ങനെ ആരാധിച്ചോ, അതുപോലെ തന്നെ നമ്മളും പരിശുദ്ധ കുർബാനയിലെ സങ്കീർത്തനത്തിലൂടെ ദൈവത്തെ ആരാധിക്കുകയാണ്. ആമുഖ ശുശ്രൂഷയിലെ അടുത്ത ഭാഗമാണ് ഉദ്ധാനഗീതം. കാർമ്മികൻ അൾത്താരിലേക്ക് തിരിഞ്ഞു നിൽക്കുകയും ഉദ്ധാനഗീത സമയത്ത് അൾത്താരയുടെ വിരി മാറുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇതിൻ്റെ അർത്ഥം നമുക്കറിയാം, യേശുവിൻ്റെ മാമോദിസയാണ് ഈ ഉദ്ധാനഗീതത്തിലൂടെ നമ്മൾ അനുസ്മരിക്കുന്നത്. മാമോദിസ സമയത്ത് സ്വർഗം തുറക്കപ്പെട്ട് പരിശുദ്ധ ത്രിത്വത്തെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നു. നമുക്കറിയാം, മദ്ബഹ സ്വർഗത്തിൻ്റെ പ്രതീകമാണ്. മദ്ബഹായുടെ വിരി മാറുന്ന വഴിയായിട്ട് ഈ സ്വർഗം തുറക്കപ്പെട്ടതിനെ നമ്മൾ ഓർക്കുകയാണ്, പരിശുദ്ധ ത്രിത്വത്തെ നമ്മൾ അനുസ്മരിക്കുകയാണ്. ഈശോയുടെ മാമോദിസായുടെ അനുസ്മരണമാണ് ഉദ്ധാനഗീതം എന്ന് ഞാൻ പറഞ്ഞു. മാമോദിസയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഉദ്ധാനഗീതം എന്ന് പറയുന്നത്? അറിയില്ല. നമുക്കറിയാം, യേശുവിൻ്റെ മരണവും ഉദ്ധാനവും യേശുവിൻ്റെ രണ്ടാമത്തെ മാമോദിസായാണ്. യേശുവിൻ്റെ മരണവും ഉദ്ധാനവും രണ്ടാമത്തെ മാമോദിസ എന്നാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഉദ്ധാനഗീതം എന്ന് പറഞ്ഞാൽ ആ ഉദ്ധാനഗീതത്തിൽ നമ്മൾ യേശുവിൻ്റെ മരണത്തിലും ഉദ്ധാനത്തിലും പങ്കുകാരാകുകയാണ് ചെയ്യുന്നത്. ഉദ്ധാനഗീതത്തിന് ശേഷം വരുന്ന പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ആമുഖ ശുശ്രൂഷ, പരിശുദ്ധ കുർബാനയുടെ ആമുഖ ശുശ്രൂഷ തീരുകയാണ്. തുടർന്ന് വരുന്നതാണ് വചന ശുശ്രൂഷ. നമുക്കറിയാം, നമ്മളൊക്കെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ് ആഘോഷമായ കുർബാനയിൽ 4 വായനകളാണുള്ളത്. 2 പഴയ നിയമത്തിൽ നിന്നും 2 പുതിയ നിയമത്തിൽ നിന്നും. പഴയ നിയമത്തിൽ നിന്ന് സാധാരണഗതിയിൽ നമുക്കറിയാം, ഇസ്രായേൽക്കാർക്ക് പഴയ നിയമത്തിൽ നിയമങ്ങളുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളുണ്ടായിരുന്നു. നിയമം ഉള്ള പുസ്തകങ്ങൾ 5 പുസ്തകങ്ങളാണുള്ളത്, പഞ്ചഗ്രന്ഥികൾ എന്ന് പറയുന്നു. ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റുമോ? ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം. വെരി ഗുഡ്. ഇതാണ് 5 പുസ്തകങ്ങൾ പഞ്ചഗ്രന്ഥികളുടെ. ഒന്നാമത്തെ വായന
ഈ പഞ്ചഗ്രന്ഥിയിൽ നിന്നാണ് സാധാരണഗതിയിൽ വരുന്നത്. രണ്ടാമത്തത്, പഴയ നിയമത്തിലെ രണ്ടാമത്തെ വായന പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ അപൂർവമായിട്ട് ചിലപ്പോഴൊക്കെ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും വരാറുണ്ട്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ രണ്ടെണ്ണം പഴയ നിയമത്തിൽ നിന്നും, ഒന്ന് പഞ്ചഗ്രന്ഥിയിൽ നിന്നും അല്ലെങ്കിൽ നിയമങ്ങളുടെ പുസ്തകങ്ങളിൽ നിന്ന്, രണ്ടാമത്തത് പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ നിന്ന്. മൂന്നാമത്തെ വായന വരുന്നത് ലേഖനങ്ങളിൽ നിന്നാണ്. അതിനുശേഷം നാലാമത്തെ വായന നമുക്കറിയാം സുവിശേഷങ്ങളിൽ നിന്നാണ്. അവിടെ നമുക്കറിയാം വൈദികൻ പ്രദക്ഷിണമായി മദ്ബഹായിൽ പ്രവേശിച്ച്, നാലാമത്തെ വായനയ്ക്ക് പ്രദക്ഷിണമായി മദ്ബഹായിൽ പ്രവേശിച്ച് ആഘോഷമായി സുവിശേഷവും എടുത്ത് പ്രദക്ഷിണമായി ബേമയിലേക്ക് വരികയാണ്. മനോഹരമായൊരു അർത്ഥമുണ്ട് ഇതിന്. പലപ്പോഴും നമ്മൾ അറിയാത്തതാണ്. വചനമായി ഈ ലോകത്തിലേക്ക് വന്ന യേശുവിനെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, ഞാൻ പറഞ്ഞതാണ്, അൾത്താരയിൽ വലതുവശത്ത് സ്ഥാപിച്ചിരിക്കുന്ന ബൈബിള് സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുവശത്തിരിക്കുന്ന യേശുവിനെയാണ് സൂചിപ്പിക്കുന്നത്. അവിടെ നിന്ന് ബൈബിൾ എടുത്തതിന് ശേഷം, വിശുദ്ധ ഗ്രന്ഥം എടുത്തതിന് ശേഷം വൈദികൻ തൻ്റെ നെറ്റിയോട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു വരികയാണ് പ്രദക്ഷിണമായിട്ട്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ ലോകത്തിലേക്ക് വചനമായി വന്ന യേശുവിനെയാണ് സൂചിപ്പിക്കുന്നത്. യേശുവിൻ്റെ പരസ്യജീവിതകാലത്ത് വചനവുമായി ലോകത്തിലേക്ക് വന്ന യേശുവിനെ വൈദികൻ നെറ്റിയോട് ചേർത്ത് പിടിക്കുന്നതിന് അർത്ഥം എന്താണ്? ഇത് വൈദികൻ്റെ അല്ല, യേശുവിൻ്റെ തന്നെ വചനമാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് വൈദികൻ തൻ്റെ മുഖം മറച്ച് നെറ്റിയോട് ചേർത്ത് പിടിച്ച് ബൈബിൾ പിടിക്കുന്നത്. ഇത്ര മനോഹരമായ അർത്ഥമാണല്ലേ? ഇനിയെങ്കിലും പ്രിയ സുഹൃത്തുക്കളെ, കുഞ്ഞു കൂട്ടുകാരെ, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ആമുഖ ശുശ്രൂഷയുടെ അർത്ഥം എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ വചന ശുശ്രൂഷയുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കി ഈ സുവിശേഷ പ്രദക്ഷിണ സമയത്ത് യേശുനാഥൻ ഈ ലോകത്തിലേക്ക് വന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ യേശുനാഥൻ വന്നപ്പോഴുണ്ടാകുന്നൊരു സന്തോഷം നമ്മുടെ മനസ്സിലുണ്ടാകണം. ആ യേശുനാഥനെയും യേശുനാഥന് തിരുവചനവും ശ്രവിക്കുവാനുള്ള ഒരു തീഷ്ണത ആ പരിശുദ്ധ ബൈബിൾ വായന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകണം. തുടർന്നാണ് നമ്മുടെ വചന പ്രഘോഷണം വരുന്നത്. സാധാരണഗതിയിൽ വൈദികൻ അന്ന് വായിച്ച വായനകളെ അടിസ്ഥാനമാക്കി സമൂഹത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ, നിയമാവലികളൊക്കെ നൽകുന്ന ഭാഗമാണ്. യേശുനാഥൻ ഈ ലോകത്തിലേക്ക് വന്ന് ആ ജനത്തെ പിതാവിലേക്ക് അടുപ്പിച്ചതുപോലെ, തിരുവചനത്തിലൂടെ പിതാവിലേക്ക് അടുപ്പിച്ചതുപോലെ വൈദികൻ സുവിശേഷവും മറ്റു വായനകളെയും ആസ്പദമാക്കി ആ സമൂഹത്തെ ദൈവത്തോട് അടുത്ത് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയും എങ്ങനെയൊക്കെയാണ് ദൈവവചനം അനുസരിച്ച് ജീവിക്കേണ്ടത് എന്ന് ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. ഇതോടുകൂടിയാണ് വചന ശുശ്രൂഷ അവസാനിക്കുന്നത്. പ്രിയ കടുകുമണി കൂട്ടുകാരെ, പ്രേക്ഷകരെ, പരിശുദ്ധ കുർബാനയുടെ ആദ്യത്തെ ഭാഗമായ ആമുഖ ശുശ്രൂഷയും വചന ശുശ്രൂഷയിലും പങ്കെടുക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം, യേശുനാഥൻ്റെ ജനനത്തെയും പരസ്യജീവിതത്തെയുമാണ് നമ്മൾ ഓർക്കുന്നത്. ആ ജനനത്തിലും പരസ്യജീവിതത്തിലും നമ്മൾ പങ്കാളികളാകുമ്പോൾ നമുക്ക് രക്ഷയായി വന്ന ആ യേശുനാഥനെ അനുഭവിക്കുവാൻ വേണ്ടി ആ പരസ്യജീവിതത്തിലോടത്ത് നമ്മുടെ ജീവിതവും ചേർത്ത് വെച്ച് പിതാവിലേക്ക് കൂടുതൽ അടുക്കുവാനും നമുക്ക് ശ്രമിക്കാം. അതിനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. ജോസഫിന്റെ ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ക്ലാസ്സായിരുന്നു. നിങ്ങൾ ഡൗട്ട്സ് ഒക്കെ ചോദിച്ചോ? ഇല്ല, ആയിന ഞങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും ഇല്ലായിരുന്നു. അച്ഛൻ അത്രയും ക്ലിയർ ആയിട്ടാണ് പറഞ്ഞു തന്നെ. അപ്പൊ ഇനി ആരെന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾ ആൻസർ പറയും. ഓക്കെ. അപ്പം ഇത് കാണുന്ന ഓഡിയൻസിൽ നിങ്ങളുടെ പേരൻസും റിലേറ്റീവ്സും ഒക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഈ പിള്ളേർ നല്ല മിടുക്കര് പിള്ളേരാണ്, ഇവർക്കെല്ലാം നന്നായിട്ട് അറിയാം. എന്ത് ഡൗട്ട്സ് വേണേലും ഇനി വേറെ എങ്ങും പോവണ്ട, ഇവരെ സമീപിച്ചാൽ മതി കേട്ടോ. ഈ എപ്പിസോഡിലെ ചോദ്യങ്ങൾ: പരിശുദ്ധ കുർബാനയിലെ ഉത്ഥാന ഗീതം നമ്മെ അനുസ്മരിപ്പിക്കുന്നത് എന്താണ്? ഒരിക്കൽ കൂടി, പരിശുദ്ധ കുർബാനയിലെ ഉത്ഥാന ഗീതം നമ്മെ അനുസ്മരിപ്പിക്കുന്നത് എന്താണ്? ചോദ്യം 2: പരിശുദ്ധ കുർബാനയിലെ വചന ശുശ്രൂഷ മധ്യയുള്ള സുവിശേഷ പ്രദക്ഷിണത്തിന്റെ അർത്ഥം എന്താണ്? ഒരിക്കൽ കൂടി, പരിശുദ്ധ കുർബാനയിലെ വചന ശുശ്രൂഷ മധ്യയുള്ള സുവിശേഷ പ്രദക്ഷിണത്തിന്റെ അർത്ഥം എന്താണ്? അയക്കേണ്ട ഫോമാറ്റ് ശ്രദ്ധിക്കുക. നിങ്ങളുടെ പേര്, വീട്ടുപേര്, ഇടവക, 5A സ്പേസ് ഉത്തരം, 5B സ്പേസ് ഉത്തരം. അയക്കേണ്ട നമ്പർ 9495787676. ഈ നമ്പറിലേക്ക് വാട്സപ്പ് ആയോ ടെക്സ്റ്റ് മെസ്സേജ് ആയോ നിങ്ങളുടെ ഉത്തരങ്ങൾ അയയ്ക്കുക. നിങ്ങളെ കാത്തിരിക്കുന്ന ആകർഷകമായ സമ്മാനങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാലോ? ഉത്തരങ്ങൾ അയക്കുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പ്രോത്സാഹന സമ്മാനവും 10 എപ്പിസോഡിൽ തുടർച്ചയായി ശരിയുത്തരം അയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 2 പേർക്ക്
മിഷൻ പ്രദേശങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരവുമാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ വിശ്വാസ പരിശീലന കളരി ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും ശുഭരാത്രി. കൂട്ടുകാരൊപ്പം പാഠം പഠിക്കാം, പ്രേക്ഷിത പാതകളറിയാം. പ്രേക്ഷിതവയലിൽ വേലകൾ ചെയ്യാൻ നാഥനോടൊപ്പം പോകാം. ഭൂമിതിലെങ്ങും സാക്ഷികളാകാൻ അയക്കപ്പെട്ടവർ നാം. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ.